ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പാലക് പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാലക് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പനീറും നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മറിച്ചിട്ടിട്ടൊരു ഷാലോ ഫ്രൈ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ബട്ടറും ഉപയോഗിക്കാം. ഇനി ബട്ടറും നെയ്യും ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ബട്ടർ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഈ ഒരു പച്ചച്ചുവ മാറുന്ന വരെ നല്ലോണം ഈ വെളിച്ചെണ്ണയിലും നെയ്യിലൊക്കെ കിടന്നൊന്ന് മൂപ്പിക്കാം. അധികം അങ്ങോട്ട് ബ്രൗൺ കളറാവൊന്നും വേണ്ട. ഇതിൻ്റെ കളറൊന്നും മാറണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതെന്തായാലും നമ്മളിത് അരച്ചെടുക്കും. ഇനി അതിലേക്ക് നമുക്ക് ഒനിയൻ ചേർക്കാം. ഒനിയൻ ചെറുതാക്കി മുറിച്ചതാണ്, അത് നമുക്ക് ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒനിയൻ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അങ്ങനെ നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആവും, ആവി വന്നിട്ട് വേഗം സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് മൂടി വെക്കാം. അപ്പം 2 മിനിറ്റ് ശേഷം മൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ തക്കാളി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രസ് ആവുന്നുണ്ട്. അപ്പോൾ അത് കുക്കായി. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും. ഓൾറെഡി 2-3 പച്ചമുളക് ഇട്ടതുകൊണ്ട് ഞാൻ കുരുമുളക് കുറച്ചേ ഇടുന്നുള്ളൂ, ഭയങ്കര എരിവായി പോകും. ഇനി അഥവാ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി അരയ്ക്കുന്ന സമയത്ത് പച്ചമുളക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെതാ ഇനിയിപ്പം മസാല ഒക്കെ ഇട്ട് ഇനിയിപ്പം കുറച്ച് ഗരം മസാലയിട്ട് നന്നായിട്ടൊന്ന് വാട്ടാം. നന്നായിട്ട് വാട്ടി ഈ പൊടികളെ പച്ചച്ചവയൊന്ന് മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ലാസ്റ്റ് ഇട്ടത് കുരുമുളക് കേട്ടോ, ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഞാൻ പച്ചമുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് മൊത്തം മാറ്റിയിട്ടില്ല, 2-3 എണ്ണം മാറ്റി വെച്ചു. ഇനി അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നല്ലോണം വഴറ്റി ആ മസാല ഒന്ന് വഴറ്റിയ ശേഷമാണ് കേട്ടോ മാറ്റുന്നത്. ആ മസാല ഇട്ട് അതേപടിയൊന്നും മാറ്റരുത്. ഇനി അതേ പാനിൽ തന്നെ നമുക്കിനി പാലക്കൊന്ന് വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. 1 സ്പൂണ് മതി, വെറും കാരണം നേരത്തെ നെയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് ഓയിൽ കൂടുതലാവും. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച പാലക്കിട്ട് കൊടുക്കാം. പാലക്ക് പാത്രത്തിൽ ഇപ്പം ഇടുമ്പോൾ സമയത്ത് നല്ലോണം പൊങ്ങി നിൽക്കും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതങ്ങ് പങ്ങിപ്പോകും. അതുകൊണ്ട് അധികമായി പോയി എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അത് നല്ലോണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചാൽ വേഗം പാലക്ക് റെഡിയായി കിട്ടും. അങ്ങനെ 2 മിനിറ്റ് മൂടി വെച്ചപ്പോഴത്തേക്ക് പാലക്കൊക്കെ നല്ലോണം വാടി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ വെച്ച് അപ്പോഴത്തേക്ക് നമുക്ക് ഈ നേരത്തെ വഴറ്റി വെച്ചതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്നൊരു 3-4 പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, മുഴുവൻ ഇട്ടിട്ട് കൊടുത്തിട്ടില്ല, നല്ല എരിവായി പോകുമല്ലോ, അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ചെറിയൊരു ചൂടിലാട്ടോ ഞാൻ ഇടുന്നത്. കൈയൊക്കെ പൊള്ളുന്നുണ്ട്, എന്നാലും ഒരു ചെറിയൊരു ചൂടിൽ അരച്ചെടുക്കാം. അങ്ങനെ ഇത് നല്ലോണം നല്ല പേസ്റ്റ് പോലെ, അല്ല അത്രയും ഫൈനായിട്ട് അരച്ചെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കുടുങ്ങിയാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നന്നായിട്ട് അരച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ പാലക്കിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇനി ഈ അരച്ച് വെച്ച ഈ പേസ്റ്റ് പോലെ അരച്ച് വെച്ചത് നമുക്ക് ഇതേ പാനിൽ തന്നെ ഒഴിക്കാം. എന്നിട്ട് ആ ജാറിൽ തന്നെ നമുക്ക് അടുത്ത പാലക്കും അരച്ചെടുക്കാം. ഇത് മാറ്റി മാറ്റി അരയ്ക്കുന്നത് പണി മാത്രമേ ഉള്ളൂ. വേറെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പാലക് പനീറിന് ഇല്ല. പിന്നെ മക്കൾക്കൊക്കെ ഒരു കളർഫുൾ കറി ആകുമ്പം ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിരിക്കുമല്ലോ, ഒരു പച്ചക്കളർ കറി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ അതും നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ പാലക്കിന് ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അല്ലാതെ തോരൻ വെക്കുമ്പോൾ ഒരു ചാർപ്പായിരിക്കും. ഇത് പിന്നെ പനീറൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും. എന്നപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷനാണല്ലോ മക്കൾക്ക് കൊടുക്കാൻ. അങ്ങനെ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് രണ്ടും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാലക്കിന് ചെറിയൊരു ചവർപ്പ് ഇതിനും ഉണ്ടാവും, ഈ കറിയിലും ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നല്ലോണം മിക്സാക്കി ഇത് ഒരേ കളർ ഒരേ പാകത്തിന്. ഇന്നിപ്പോൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, വിട്ടുപോയി അന്നപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെന്തായാലും ഉണ്ടാക്കുമ്പോൾ അത് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലക് പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ നല്ല മാച്ചായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബായ്.